സ്വസ്ഥായിട്ട് യൂട്യൂബ് ചാനൽ. ഫാറ്റി ലിവർ അഥവാ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന അവസ്ഥ എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. ഫാറ്റി ലിവർ രണ്ട് തരത്തിലുണ്ട്: ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആൻഡ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ഈ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അമിത മദ്യപാനമുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. എന്നാൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ അധികമായിട്ട് കാണുന്നത് അമിത ഭാരമുള്ളവരിൽ, ഒബീസായിട്ടിരിക്കുന്ന ആൾക്കാരിൽ, അൺകൺട്രോൾഡ് ഡയബറ്റിക് ഉള്ള ആൾക്കാരിൽ, അതേപോലെ തന്നെ BP, കൊളസ്ട്രോൾ, തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, പ്രധാനമായിട്ടും ഈ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആൾക്കാരിൽ ഒക്കെയാണ് ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കൂടുതലായിട്ട് കാണുന്നത്. പ്രത്യേക രോഗലക്ഷണങ്ങളൊന്നും തന്നെ നമുക്ക് തുടക്കത്തിൽ കാണാൻ സാധിക്കില്ല. മിക്കപ്പോഴും വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പം, വേറെ എന്തെങ്കിലും അസുഖത്തിനായിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സ്കാനിങ് ചെയ്യുന്ന സമയത്തോ ആണ് നമ്മൾ അധിക പേരും ഫാറ്റി ലിവർ കണ്ടെത്താൻ പറ്റും. അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതികൾ, കൊഴുപ്പും അന്നജവും കൂടുതൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ അമിത ഉപയോഗം, ഉറക്കക്കുറവ്, എക്സസൈസ്, വർക്കൗട്ട് ഇല്ലായ്മ, പ്രോസസ്ഡ് ഫുഡിൻ്റെ ഓവർ യൂസേജ്, ഇതൊക്കെയാണ് കാരണങ്ങളായി കാണുന്നത്. ഫാറ്റി ലിവറിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കോസസ് ആദ്യം ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു അൺകൺട്രോൾഡ് ഡയബറ്റിക് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഷുഗർ കൺട്രോൾ ആക്കുക. അതേപോലെ തന്നെ ഒരു അമിതഭാരമുള്ള ആളാണെങ്കിൽ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ധാരാളം പച്ചക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. പഴവർഗ്ഗങ്ങളുടെ ഉപയോഗം ലിമിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മാക്സിമം ഒരു 70 to 100 ഗ്രാം പെർ ഡേ എന്നുള്ള രീതിയിൽ നിലനിർത്തുക. ഷുഗറി ഡ്രിങ്ക്സ്, അതേപോലെ തന്നെ പാക്ഡ് ജ്യൂസ്, ഫ്രൂട്ട് ജ്യൂസ്, ഇതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം ഒഴിവാക്കുക. വ്യായാമം ശീലമാക്കുക. ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്യാൻ നോക്കുക. റെഡ് മീറ്റിൻ്റെ ഉപയോഗം, അതായത് മട്ടൺ, ബീഫ് എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കുക. മീന്, മുട്ട, അതേപോലെ ചിക്കൻ എന്നിവ മിതമായി ഉപയോഗിക്കാം. ഏകദേശം ഒരു 75 to 100 ഗ്രാം പെർ ഡേ എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നാരുകൾ അടങ്ങിയിട്ടുള്ള ഇലക്കറികൾ, പച്ചക്കറികൾ, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ എന്നിവ നമ്മുടെ ഭക്ഷണത്തിൽ ദിവസേന ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. 7 to 8 മണിക്കൂറെങ്കിലും ഉറക്കം ശീലമാക്കുക. പ്രോസസ്ഡ് ഫുഡ്, അതേപോലെ ബേക്കറി ഐറ്റംസ്, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളുടെ ഉപയോഗമെല്ലാം നിയന്ത്രിക്കുക. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കോസസ് ആദ്യം ട്രീറ്റ് ചെയ്യുക. ഒബീസിറ്റി ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അൺകൺട്രോൾഡ് ഡയബറ്റിക് ആണെങ്കിൽ ഷുഗർ കൺട്രോൾ രീതിയിലാക്കി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. സോ നമ്മളുടെ അതേപോലെ തന്നെ തെറ്റായിട്ടുള്ള ഭക്ഷണക്രമത്തിലൂടെ നമ്മളുടെ കരളിനെ ബുദ്ധിമുട്ടിക്കാതെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത്, ഹെൽത്തി ഈറ്റിംഗ് ഫോളോ ചെയ്ത് ഫിറ്റായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ സ്വസ്ഥായിട്ട് യൂട്യൂബ് ചാനൽ. താങ്ക് യു.